സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയെന്നുമുള്ളത്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അർത്ഥവത്തായ ഒരു ഗീതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിസ്തീയ ഗീതമാണ്. വളരെ കുറച്ച് വരികൾ മാത്രമേ ഉള്ളെങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയുമൊക്കെ വർണ്ണിക്കുന്ന ഒരു ഗീതമാണ്. നാം പലപ്പോഴും ചിന്തിക്കാറുള്ളതുപോലെ നാം പൊടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്നാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. ഓരോ ദിവസവും ഇവിടെ ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും, അത് നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ള ആ മഹത്തരമായ സത്യം, ആ യാഥാർത്ഥ്യം, അതാണ് നമ്മുടെ ജീവനാധാരമായിരിക്കുന്നത്. നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, പിന്നെയോ സംഘത്തുകാരെ ഓർമ്മപ്പെടുത്തും പോലെ അതിക്രമങ്ങൾ ഓർമ്മ വെച്ചാൽ കർത്താവെ ആറും നിൻ്റെ മുമ്പിൽ നിലനിൽക്കും, എങ്കിലും നിന്നെ ഭയപ്പെടുവാണ്ടക്കൊണ്ട് നിൻ്റെ പക്കൽ വിമോചനമുണ്ട് എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ആ ഒരു കൃപ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ, അതാണ് നമ്മുടെ ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്നത്. ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി, അതായത് പാടി ആരാധിക്കുക എന്ന് പറയും. സംഗീതം ഒരു ആരാധനയായിട്ട് മാറുകയാണ്. സംഗീതം ഒരു ആരാധന. ആ പ്രാർത്ഥനയിൽ ആരാധനയുണ്ട്, ഈ സംഗീതത്തിന് ഒരു സവിശേഷമായ സ്ഥാനമുണ്ട് ആരാധനയിൽ, അല്ലേ? പാടി സ്തുതിക്കുക, അവർ ഘോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു, പാടി സ്തുതിച്ചു, ദൈവത്തിന് പുതിയ പാട്ട് പാടും. ഇവിടെ അതാണ് 96-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഗീതം ആരംഭിക്കേണ്ട ഹൃദയത്തിൽ കർത്താവിന് പാടുക എന്നുള്ള, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുന്ന ഭാഗത്ത് ആത്മനിറവിൻ്റെ അനുഭവമായിട്ട് പറയും, നമ്മുടെ ഹൃദയത്തിൽ പാട്ട് വരും, നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തിൻ്റെ ഗീതം വരും. ഓരോ ഗീതങ്ങളുടെയും അലകൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരുവാനായിട്ട് തുടങ്ങും. സ്തുതി സ്തോത്രയാഗമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനപ്പെടുത്തും. അങ്ങനെ ഹൃദയത്തിൽ കർത്താവിന് പാടി ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ബഹിർഗമനമായിട്ട് വേണം പുറമെയുള്ള ആരാധന നമുക്ക് വരാൻ. അതിൻ്റെ സോഴ്സ്, ഉറവിടം ശരിയായിരിക്കണം. ഉറവിടം ഇല്ലാതെ, ബന്ധമില്ലാതെയുള്ള ആരാധന വെറും അധര ജൽപ്പനങ്ങൾ മാത്രം, അധര സ്തുതികൾ മാത്രം, അത് നിരർത്ഥകമാണ്, അത് അർത്ഥമില്ലാത്തതാണ്, ദൈവപ്രസാദമില്ലാത്തതാണ്. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും ദൈവം നോക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നമ്മൾക്ക് ആത്മാവുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇന്നർ പാർട്ടാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. പുറമേ നമ്മൾ കാണുന്നല്ല ദേഹമാണ്. ജഡിക മനുഷ്യനെ ആത്മീക മനുഷ്യനാക്കുന്ന ആത്മാ നിറവോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മീകരാക്കി മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അകത്താണ് ആത്മാവ്. ഇന്നർ കോർ പാർട്ട് ഓഫ് എ മാൻ ഇസ് ദ സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആ കോർ പാർട്ട്, നമ്മുടെ ഇന്നർ പാർട്ടിൽ, ആന്തരിക മനുഷ്യൻ, അകമേയുള്ളവനിൽ അവിടെ ദൈവം വസിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അവിടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതാണ് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞാൽ, എൻ്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ ആത്മാവിനോട് ഇടപെടാൻ സാധിക്കും. എൻ്റെ ആത്മാവിലാണ് ഈ ദൈവികാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിക്കുന്നത്, അത് ബുദ്ധിയിലല്ല, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ അന്തരംഗത്തിൽ. അതാണ് ദാവീദും മോശയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ദൈവം അന്തരംഗത്തിൽ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ, എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമെന്ന് പറയാം. അപ്പം ജ്ഞാനം ഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും അന്തരംഗത്തിലാണ്, ഇന്നർ കോർ, നമ്മുടെ അന്തരാത്മാവിലാണ്. അപ്പം അവിടെ ആരാധന ഉണ്ടെങ്കിൽ അവിടെ ആണ് ആരാധന യഥാർത്ഥമായിട്ട്. എപ്പോഴും ദൈവത്തോടുള്ള ഒരു ആരാധന, ദൈവത്തോടുള്ളൊരു സ്നേഹം, ദൈവത്തോടുള്ളൊരു ബഹുമാനം, ദൈവത്തെ കാര്യങ്ങൾ അനുസരിക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം, വാഞ്ച, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവതയും പകർന്നു തരും നമുക്ക്. ദൈവസ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലാണ് പകരപ്പെടുന്നത്, അല്ലേ? നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് റോമർക്ക് ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ആരാധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സഖറിയ പ്രവാചകന് ഉണ്ടാകുന്ന ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പാടുന്ന ഗീതമാണ്, ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഭയം കൂടാതെ നീതിയിലും വിശുദ്ധിയിലും നിന്നെ ആരാധിപ്പാൻ കൃപ നൽകുമെന്ന് അബ്രഹാമിനോട് ചെയ്ത സത്യവും നിയമവും. അബ്രഹാമിനോട് ദൈവം സത്യം ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ദൈവത്തെ വിശുദ്ധിയിലും നീതിയിലും ആരാധിപ്പാൻ.
അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. 96-ാമത്തെ സങ്കീർത്തനം. ഹെഡിങ് ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം സിയോനിലേക്ക് മടക്കി കൊണ്ടുവന്നപ്പോൾ പാടിയ ഗീതമാണെന്നാണ് പറയുന്നത്. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമാളൊരു യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതിയുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവീൻ, തിരുമുൽ കാഴ്ചയുമായ അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയ്ക്ക് നമസ്കരിക്കുവീൻ, സകല ഭൂവാസികളും ആളുവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറയുവീൻ, ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടെയും കൂടിയും വിധിക്കും. ഇവിടെ ഒന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാതെ കൊണ്ടുള്ള ചെറിയ സിമ്പിൾ തോട്ട്സ് സത്യങ്ങളാണ് കൊണ്ട് വിവരിക്കുന്ന ആൾ കാണുന്നത്. അതായത് ആഹ്വാനം ചെയ്യുകയാണ്, ദൈവത്തെ സ്തുതിക്കണം, അവൻ വലിയവനാണ്, അവൻ വിസ്തുതനാണ്, സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ്. കൊരിന്ത്യർ നമ്മൾ വായിച്ചു, പല ദേവന്മാരും കർത്താക്കന്മാരും ഉണ്ട്, ദേവന്മാരുടെ പേരുള്ളവരുണ്ട്, എങ്കിലും യഹോവയോ സത്യദൈവം എന്ന് പറയുകയാണ്. ഈ വീണുപോയ മാലാഖമാർ അവരാണ് ഈ ഓരോ നാമങ്ങളിൽ ജാതികളിലേക്കൊക്കെ വന്ന് അവരെ ഈ തെറ്റായ ഇതിലേക്ക് അവനെ ആരാധിക്കുവാൻ തക്കണം. സൈറ്റനിക് വർഷിപ്പ് ഒരു വിധത്തിൽ രണ്ടുപേർക്ക്, ഒന്ന് ദൈവത്തിന് അല്ലെങ്കിൽ ഭൂതങ്ങൾക്ക്. ബലി കഴിക്കുന്ന ആർക്കാണ്? ഒന്ന് ദൈവത്തിന് അല്ലെങ്കിൽ ഭൂതങ്ങൾക്ക് എന്നൊക്കെ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ വീണുപോയ മാലാഖമാരാണ്. അവരാണ് ആ ദൈവിക സത്യങ്ങളെ വികല്പമാക്കുന്നത്, അതിനെ അവഗണിക്കുവാനും മനുഷ്യരെ ദൈവഭയത്തിനും അകറ്റുന്നുമൊക്കെ ആ ശത്രുവായ സാത്താനാണ്. അതൊന്നും അകന്നിവിടെ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണമെന്ന് അല്ലേ. ഒരു വ്യക്തി ആരെങ്കിലും ആദരിച്ചത് കൊണ്ടല്ല, നമ്മൾ അവൻ്റെ ആ മഹത്വം ദർശിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരുന്നു എന്ന് പറയാം. ദൈവത്തെ നമ്മുടെ ബുദ്ധിയിൽ കാണരുത്. നമുക്ക് പറ്റാത്തതുകൊണ്ട് ദൈവത്തിന് പറ്റത്തില്ല എന്ന് ചിന്തിക്കും. ദൈവത്തിന് എല്ലാം സാധ്യമല്ലേ. അപ്പോൾ എപ്പോഴും ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വളരണം. നമ്മുടെ മനസ്സും ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരും, നമ്മൾ ചിന്തിക്കുക ഇത് എനിക്ക് വലിയ പ്രശ്നം, പക്ഷേ ദൈവത്തിന് ഇതൊന്നും നമ്മൾ കാണും, വല്ലവന് പുല്ലുമായിരുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിന് സകലം സാധ്യമാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും ഒക്കെയാണ് ഇത് വളരെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാം പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടാൻ എന്താണ് ദൈവത്തിൻ്റെ സർവ്വശക്തിയും മഹിമയും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ചെറുതാകും. നമ്മൾ ഉയരത്തിലേക്ക് ഉയരുന്തോറും താഴത്തുള്ളതൊക്കെ വസ്തുക്കളെല്ലാം ഭൂമിയിലെ ഓരോ വസ്തുക്കളും ചെറുതാകുമെന്ന് പറയും. യാത്ര ചെയ്യുന്നവർക്ക് യാത്രയൊക്കെ ചെയ്യുന്നവർ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ താഴെയുള്ളതെല്ലാം ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കും തോറും ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയാണ്, അതെല്ലാം മൈൽഡ് ആവുകയാണ്. അതാണ് മൈന്യൂട്ട്, അതെല്ലാം മൈക്രോ ആവുകയാണ്. ദൈവം വലിയവനായിത്തീരുന്നു. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പിന്നെ നമ്മളിവിടെ കാണുകയാണ് ഇന്നത്തെ ആരാധനയിലൊക്കെ കാണുന്നത് ഭയങ്കര പാഠങ്ങളും അതും ഇതൊക്കെയാണ്. ലൈറ്റും പുകയും അതും ഇത് ആർട്ടിഫിഷ്യലാണല്ല. എന്നാൽ പഴയ നിയമ ആരാധനകളൊക്കെ റിയലാണ്. ധൂപം എന്ന് പറഞ്ഞാൽ റിയലാണ് എല്ലാം. അതുപോലെ വസ്ത്രങ്ങളൊക്കെ കണ്ടാൽ ഇന്ന് എന്തെല്ലാം രീതിയിലാണ് വസ്ത്രങ്ങൾ ഉണ്ടെന്ന് പോലും തോന്നത്തക്കവണ്ണം ഉള്ളതായ പല രീതിയിലാണ് മേക്കപ്പുകളൊക്കെ ഇട്ടുകൊണ്ടുള്ളവരത്. എന്നാൽ അതൊന്നുമല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് എങ്ങനെയാണ്? 9-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുകയും. വസ്ത്രം അലങ്കാര വസ്ത്രമാണ്. എന്താണ്? വിശുദ്ധിയാണ് അതിൻ്റെ പ്രത്യേകത. ഹോളിനെസ്. എപ്പോഴും ദൈവിക ആരാധനയോട് ദൈവിക കാര്യങ്ങളും പറയുമ്പോൾ, വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുമ്പോൾ ഹോളി സിറ്റി, വിശുദ്ധ പട്ടണം, എല്ലാം വിശുദ്ധം ചേർത്തുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധന്മാർ. അതുകൊണ്ട് വിശുദ്ധിയാണ് അതാണ് ദൈവത്തിന് ഏറ്റവും മഹത്തരമായത്. മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ, തിരുമുൽ കാഴ്ചയും അതിൻ്റെ പ്രാകാരങ്ങളിൽ വാഴുവിൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളിൽ പറയുവിൻ.
ഇനി അവിടെ പറയുന്ന ഈ പ്രകൃതി പോലും ഈ ദൈവിക ആരാധനയിൽ പങ്കുകൊള്ളുന്നതാണ്. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. സമുദ്രം അനുസരിക്കുന്നുണ്ടല്ലേ കർത്താവ് ചുഴലിക്കാറ്റിനെ, കാറ്റെ അടങ്ങുക ശാന്തമാകുക എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയുക കാറ്റിനോട്. അപ്പോൾ അത് ശാന്തമാകുവാണ്, സൃഷ്ടാവിനെ അനുസരിക്കുക അല്ലേ. തിമിംഗലം കടലാനയുടെ വയറ്റിൽ കടലാന അനുസരിക്കുക ദൈവത്തെ. ആ പുഴു പോയി ആവണക്ക് കുത്തിക്കളയുക, ദൈവത്തെ അനുസരിക്കുക. കാക്ക കൊണ്ടുപോയി ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊടുക്കുക. അത് അപ്പവും ഇറച്ചിയും കൊടുത്ത് കാക്ക വിടുവോ? കാക്ക ആർക്കും കൊടുക്കാത്ത, അത് ഒരു കൊച്ചിൻ്റെ കയ്യിൽ അപ്പോൾ ഇരുന്നാലും തട്ടിപ്പറിക്കുന്ന കാക്ക എന്ന് പറയും. ഒരു കൊച്ചിൻ്റെ കയ്യിൽ അപ്പോൾ ഇരുന്നാലും തട്ടിപ്പറിക്കാൻ ആളുകളൊന്നും വിഷയമല്ല. അങ്ങനെയുള്ള കാക്ക കൊണ്ടുപോയി അപ്പവും ഇറച്ചിയും ഏലിയാവിൻ്റെ അടുക്ക കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കുക. അപ്പോൾ ദൈവിക കൽപ്പന അനുസരിക്കുന്ന ഓരോ ജീവികൾ അല്ലേ, എല്ലാറ്റിനും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇത് പ്രകൃതിയെല്ലാം ദൈവത്തെ സ്തുതിക്കുക. സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ, വായിലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അല്ലേ. അത് ഞാൻ കൂടുതൽ കൃഷി തരുമെന്ന് പറയുന്നത്. ശാബത്ത് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ 7 വർഷം ശാബത്താണ്. അപ്പോൾ 7ാമത്തെ വർഷം വയലൊന്നും കൃഷി ചെയ്യരുന്ന ഇസ്രായേൽ പാരമ്പര്യം പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യും? അതിന് ആ വർഷത്തേക്കും അത് കൃഷി കഴിഞ്ഞിട്ടുള്ള കൃഷി ഇല്ലാത്ത വർഷത്തേക്കും അതിനടുത്ത വർഷത്തേക്കുമുള്ള അധികം വിളവ് ദൈവം നൽകുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അരുളി ചെയ്താൽ എല്ലാം സംഭവിക്കും. കൃഷികളും ഉൽപ്പന്നങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കൽപ്പനയാൽ വരും. ദൈവം എല്ലാം വിളിച്ചു വരുത്തി തരുമെന്ന് പറയും. കാടപക്ഷിയെ വിളിച്ചു വരുത്തി തന്നില്ല, മന്ന ഉയർന്ന് പൊഴിച്ചു കൊടുത്തില്ലേ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ദൈവത്തിൻ്റെ സർവ്വശക്തി കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വയലും അതിലുള്ളവർക്ക് ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നദ്ധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഇത് ന്യായവിധിയെ വരെ ഭൂമിയുടെ ആ വരവിനൊക്കെ വരെ കണ്ടുകൊണ്ട് പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്ന ഒരു സങ്കീർത്തനം. എന്ത് ദീർഘവീക്ഷണമാണ് അല്ലേ. അവൻ ഭൂമിയെ ന്യായത്തോടെ വിധിക്കുമെന്ന് പറയുകയാണ്. ഒരു ന്യായവിധി ഉണ്ടെന്ന് പറയുക. സഹോദര പുസ്തകത്തിൽ പറയും, യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ചോ, അനുവാദം കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, എന്നാലോ ദൈവം ഇതൊക്കെ നിമിത്തം ന്യായവിധിയിലേക്ക് വരുത്തുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അതാണ് അവിടെ എന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവിച്ചോ, പക്ഷെ ഇതിനൊക്കെ എന്തൊക്കെയുണ്ട്? ഇതിനൊക്കെ ഒരു ന്യായവിധി ഉണ്ട് എന്ന് ഓർത്തുകൊള്ളുവീനെന്ന്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴിയുവാൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ദൈവിക ഭയത്തോടെ, എളിമയോടെ, ദൈവഭയത്തോടെ നമുക്ക് ജീവിക്കണം. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യബോധം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എളിമപ്പെടും. നമ്മുടെ വാക്കുകളിൽ എളിമ, നമ്മുടെ ജീവിതത്തിൽ എളിമ, മറ്റുള്ളവരെ നമ്മൾ ഇടപെടുന്നതിൽ നമുക്ക് ദൈവികമായൊരു ഭയവും ഭക്തിയും നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ കാണുന്ന ഒരു ദൈവസ്നേഹത്തിൽ തന്നെ മറ്റുള്ളവരും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതെല്ലാം ഇപ്രകാരമായി തീരട്ടെ. അതുകൊണ്ട് ദൈവിക ആരാധന നമുക്ക് പാട്ടുകളാലും ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികൾ പോലെയല്ല, ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കൂടി വരുമ്പോഴുമൊക്കെ ഈ ഒരു ആരാധന മനോഭാവം നമുക്കുണ്ടായിരിക്കാൻ, ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാൻ, എല്ലാറ്റിലും പ്രകൃതിയിലും എല്ലാം ദൈവികത, ദൈവത്തിൻ്റെ സർവശക്തി കാണുവാൻ നമുക്കിടയായി തീരട്ടെ. സർവശക്തനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഗീതങ്ങൾ നൽകുന്ന സർവശക്തനെ, അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. തന്നോട് യാചിക്കുന്നവർക്ക് ആത്മാവിനെ എത്രയധികമായി കൊടുക്കുന്നു തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും ഞങ്ങൾക്ക് ആത്മാവിനെ അളകൂടാതെ ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ, ദൈവപ്രസാദമുള്ളത് ഞങ്ങൾക്ക് ചെയ്യുവാൻ ഞങ്ങളവിടെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാ കൃപകൾക്കായ സ്തുതി. നിൻ്റെ ചെറുകളെ മറയ്ക്കണമേ. രക്തത്താൽ പുതിയണേ. മഹത്തോടെ മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.